നമുക്കിന്ന് എൻ്റെ ടെറസ് ഗാർഡനിലെ അത്തിനെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ അടുത്ത് 3 അത്തിയുണ്ട്. ഒന്ന് ടർക്കിഷ് ബ്രൗൺ, മറ്റൊന്ന് ഡയാന, മറ്റൊന്ന് പൂനെ റെഡ്. ഞാൻ എന്തിനാണ് 3 അത്തി വെച്ചേക്കെന്ന് പറയാൻ കാരണം, അത്തി നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വെറൈറ്റി അത്തികൾ നമ്മുടെ ലോകത്ത് പല ഭാഗങ്ങളിലുണ്ട്. അതായത് ആയിരക്കണക്കിന്. ഓരോ അത്തിക്കും ഓരോ ടേസ്റ്റാണ്. നിങ്ങൾ അന്വേഷിച്ചാൽ നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം. സ്ട്രോബെറി ടേസ്റ്റുള്ള അത്തിയുണ്ട്, മാംഗോയുടെ ഫ്ലേവറുള്ള അത്തിയുണ്ട്, ബനാനയുടെ ഫ്ലേവറുള്ള അത്തിയുണ്ട്, ഹണി ഡ്രോപ്സിൻ്റെ ഫ്ലേവറുള്ള അത്തിയുണ്ട്, പിന്നെന്താ പപ്പായയുടെ ഫ്ലേവറുള്ള അത്തിയുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് വെറൈറ്റികളിൽ ആയിരക്കണക്കിന് ടേസ്റ്റുകളാണ്. നമ്മുടെ ബ്ലാക്ക്ബെറിയും നമ്മുടെ ബ്ലൂബെറിയുടെ ഒക്കെ അങ്ങനെ പല തരത്തിലുള്ള ടേസ്റ്റുള്ള അത്തികൾ നമ്മുടെ ലോകത്ത് അവൈലബിളാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി അത്തികളൊന്നും കാണുന്നില്ല. അതിൻ്റെ കാരണം തന്നെ ഇവിടെ ആരും അങ്ങനെ ചെയ്യുന്നില്ല എന്നൊറ്റ വാക്കിൽ പറയാൻ പറ്റും. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് കാണുന്ന അത്തി എന്ന് പറയുന്നത് നമ്മുടെ ഇസ്രായേലാണ്. അല്ലെ ഇസ്രായേൽ അത്തി, അല്ലെങ്കിൽ നമ്മുടെ ഈജിപ്ഷ്യൻ അത്തിക്കാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നട്ടു വളർത്തിയേക്കുന്നത്. അതിലും ഞാൻ ആ 2 അത്തി ഞാൻ ചോയ്സ് പറയില്ല. ഈ 2 അത്തിക്കും അതിലും മാത്രം അല്ലെങ്കിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു ഫ്ലേവറൊന്നും ഈ ഇസ്രായേലിനോ ഈജിപ്ഷ്യനോ പറയില്ല. കാരണം ഞാൻ 2ൽ 1 കഴിച്ചിട്ടുണ്ട്. ഈജിപ്ഷ്യൻ കഴിച്ചു നോക്കിയിട്ടുണ്ട്. എനിക്കത്ര ഫ്ലേവർ തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഞാൻ കഴിച്ചതിൽ എൻ്റെ ഫേവറേറ്റ് കേട്ടോ. ലോകത്തെ നമ്മൾ ആയിരക്കണക്കിന് അത്തിയുണ്ട്, അത് ഞാൻ എല്ലാം കഴിച്ചിട്ടില്ല. അപ്പം ഏറ്റവും ബെസ്റ്റ് ഞാൻ പറയില്ല. പകരം ഞാൻ കഴിച്ചതിൽ ഏറ്റവും ഫ്ലേവറായിട്ടുള്ള എൻ്റെ ഈ 3 അത്തികൾ, ഈ കാണുന്ന 3 അത്തികളിൽ ഇത് ടർക്കിഷ് ബ്രൗൺ കണ്ടൊരു കളർ മാറി വരുന്നുണ്ട്. ഇതാണ് ടർക്കിഷ് ബ്രൗൺ എന്ന് പറയുന്നുണ്ട്. ഒരു കളർ മാറി ഒന്ന് തുടങ്ങിയിട്ടുണ്ട് ടർക്കിഷ് ബ്രൗൺ. ഇതുപോലെ ഇത് ഡയാന, ഇതിൻ്റെയും കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു യെല്ലോ കളർ ചെറിയ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പൂനെ റെഡ്, ഇതിൻ്റെയും കളർ മാറി തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ 3 അത്തുകളിൽ എൻ്റെ ഫേവറേറ്റ് ഇത് ഈ ഡയാനാണ്. നല്ല സ്വീറ്റാണ്. നല്ല സ്വീറ്റ്, വെരി വെരി സ്വീറ്റ്. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ പഞ്ചസാര കലക്കി വായിലൊഴിക്കുന്ന പോലെ ഇരിക്കും, അത്രയും സ്വീറ്റാണ്. പിന്നെ ചെറിയൊരു ഹണി ഫ്ലേവർ, അതാ മധുരം കൂടി കൊണ്ടായിരിക്കാം ഹണിയുടെ ഫ്ലേവറാണ് കാണുന്നത്. ഇതും കുഴപ്പമില്ല, പക്ഷേ എന്നാലും നമുക്ക് അത്ര സ്വീറ്റല്ല. പക്ഷേ കുറച്ചും കൂടെ ഫ്രഷിയാണ്. ഡയാന ഭയങ്കര ജ്യൂസിയാണ്. അപ്പം ഇതും കുഴപ്പമില്ല, നല്ല സാധനമാണ്. പക്ഷേ എന്നാലും കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഡയാനാണ് ബെസ്റ്റ്. എനിക്ക് പൂനെ റെഡ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പൂനെ റെഡിന് എന്തൊരു മൈൽഡ് ഫ്ലേവറുണ്ട്, അത്രയും പറയത്തക്ക മധുരവും ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇത് ആദ്യമായിട്ടുണ്ടായ പൂനെ റെഡ് ആയതുകൊണ്ടായിരിക്കും നമുക്കിനിപ്പോൾ ഇനിയിപ്പോൾ ഇത് കായ്ക്കാൻ നിൽക്കാതെ പഴുക്കാൻ നിൽക്കുന്ന പൂനെ റെഡ് ആയിക്കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ കാര്യം പറയാൻ പറ്റും. പക്ഷേ എന്നാലും ഞാൻ ഇപ്പോൾ കഴിച്ച 3 എണ്ണത്തിൽ ഏറ്റവും ബെസ്റ്റ് ഈ ഡയാന. സൈസും ഉണ്ട്, നല്ല സൈസുണ്ട്, അത്യാവശ്യം നല്ല സൈസ് ഉണ്ടാവും, നല്ല ഫ്ലേവറുമാണ്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ഇസ്രായേലോ ഈജിപ്ഷ്യനോ ഒക്കെ തെറ്റെന്ന് പറയുന്നില്ല. 2ഉം വെക്കണ്ട, ഈജിപ്ഷ്യനോ ഇസ്രായേലോ. എൻ്റെ ഇതാണെങ്കിൽ ഇസ്രായേലാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ ബെസ്റ്റ് ഞാൻ പറയുള്ളൂ 6 പിന്നെ നമുക്ക് ഈ പറയുന്ന മറ്റ് ഫ്ലേവറുകൾ ടർക്കിഷ് ബ്രൗണ്, ഡയാന, പൂനെ റെഡ് ഇതൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഫ്ലേവർ മനസ്സിലാവും, അല്ലെങ്കിൽ നല്ല ടേസ്റ്റുള്ളത് മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ആയിരക്കണക്കിന് വെറൈറ്റികൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒന്നും മാത്രം പിടിച്ചിരിക്കാൻ പാടില്ല. ഇപ്പോൾ മാങ്ങ നമുക്കെല്ലാം അറിയാം, ആയിരക്കണക്കിന് വെറൈറ്റി മാങ്ങ ഉണ്ട്. ഓരോ മാങ്ങയ്ക്കും അതിൻ്റേതായ ഫ്ലേവർ ഉള്ളതുകൊണ്ട് അതൊരു ഏതാണ് ബെസ്റ്റ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് അത്തി. ഒരുപാട് ബെസ്റ്റ് ഉണ്ട്. ലോകത്തെ ഏറ്റവും ബെസ്റ്റ് എന്നൊരു അത്തി എന്ന് പറയുന്ന സംഭവം പറയാൻ പറ്റില്ല. കാരണം ആയിരക്കണക്കിന് അത്തിയിൽ 1000 ഫ്ലേവർ ആയതുകൊണ്ട് പലർക്കും പല ഫ്ലേവർ ഇഷ്ടപ്പെടണമെന്നില്ല, പല ഫ്ലേവർ ഇഷ്ടപ്പെടും. അതുകൊണ്ട് നമുക്കൊരിക്കലും ഏറ്റവും ബെസ്റ്റ് അത്തി എന്ന് പറഞ്ഞാൽ നമുക്കൊരു അത്തിനെ ചൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും നല്ലതെന്ന് വേണമെങ്കിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇനിയും കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സാധനമാണ് അത്തി. കാരണം നമുക്ക് ഒരുപാട് കെയറോ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലമോ ഒന്നും ആവശ്യമില്ലാത്ത ചെടിയാണ് അത്തി. അതാണ് ഏറ്റവും പ്രത്യേകത. ചെറിയ സ്ഥലം മതി. നിങ്ങൾക്ക് ഇത് കണ്ട ഒരു കുറ്റി പോലെ, ഒരു ചെറിയ 14 ഇഞ്ചിൻ്റെ ഡ്രമ്മിൽ ചെറിയ കുറ്റി പോലെ ഒരു ഒറ്റ കമ്പിൽ ഇങ്ങനെ വളർന്നു വന്ന ചെടിയാണ് അത്തി. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് ഗാർഡൻ അല്ലെങ്കിൽ റൂഫ് ടോപ്പ് ഗാർഡൻ ആയിക്കോട്ടെ, നമ്മുടെ ഡ്രമ്മിലൊക്കെ വെക്കുന്ന എന്ത് പഴച്ചെടീനെ അപേക്ഷിച്ചിട്ടും സ്ഥലം വളരെ 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 കുറവ് മതി. അതാണ് അത്തിയുടെ പ്രത്യേകത. മറ്റൊരു കാര്യം അത്തിനെക്കുറിച്ച് പറയാനുള്ളത്, അത്തി തണുപ്പ് ഇഷ്ടപ്പെടുന്ന തണുത്ത സ്ഥലങ്ങളിലും, അതായത് മഞ്ഞൊക്കെയുള്ള സ്ഥലങ്ങളിലും വളരുന്ന ചെടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ
ഗൾഫ് കൺട്രീസിലൊക്കെ അല്ലെങ്കിൽ മരുപ്രദേശങ്ങളിലൊക്കെ അത്തി കാണാൻ കാരണം മരുപ്രദേശങ്ങളിൽ പകൽ ചൂടും രാത്രി തണുപ്പുമാണ്. അത് ചില സ്ഥലങ്ങളിൽ മൈനസ് വരെ പോകുന്ന സ്ഥലങ്ങളുമുണ്ട്. അപ്പം അങ്ങനത്തെ സ്ഥലങ്ങൾ അത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അത്തിക്കൊരു പ്രത്യേകത ഉണ്ട്. അത്തിക്ക് 2 സ്റ്റേജുണ്ട്. ഒന്ന് വളർച്ച, സാധാരണ പറയുന്ന വെജിറ്റേറ്റീവ് സ്റ്റേജും, പിന്നെ ഡോർമൻസി എന്ന് പറയുന്ന സ്റ്റേജുണ്ട്. ഈ ഡോർമൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു ഇതാ ഈ കാണുന്ന സാധനം കണ്ടോ, ഇതുപോലെ ഒരു മൊട്ട് വന്ന് അങ്ങനെ നിൽക്കും. അത് അടുത്ത ഇല വരെ പോകുന്നതാണ്. ഈ ഒരു മൊട്ടിൽ ഒരു 2 മാസം അങ്ങനെ നിൽക്കും. ഈ 2 മാസം നിൽക്കാൻ പറയുന്ന കാരണം ഇതാ ഇത് ഇങ്ങനെ നിൽക്കും. അതുപോലെ തന്നെ അതുകൊണ്ടോ ഇങ്ങനെ നിൽക്കും. ഈ 2 മാസം നിൽക്കാൻ പറയാൻ കാരണം ആ 2 മാസം തണുപ്പ് കാലാവസ്ഥയിൽ ഇതിന് വളരാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇലകൾ കരിഞ്ഞു പോകുന്നുള്ള ഇതുകൊണ്ട്. നമ്മുടെ നാട്ടിൽ തണുപ്പല്ല, മറ്റ് നാടുകളും തണുപ്പുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ആ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റോപ്പായിട്ട് എൻ്റെ വളർച്ച ഇങ്ങനെ നിൽക്കും. പിന്നെ മഞ്ഞുകാലമൊക്കെ കഴിഞ്ഞ് ചൂട് വന്ന് തുടങ്ങുമ്പോൾ അത് പതിയെ പൊട്ടിയിടുക ഇതുപോലെ ഇങ്ങനെ വിരിഞ്ഞു തുടങ്ങി അടുത്ത സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത സ്റ്റേജ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഈ പുതിയ സ്റ്റേജ് ഏതാണെന്നുള്ളത്. ഈ ഓരോ വർഷവും ഈ പുതിയ സ്റ്റേജിലാണ് അടുത്ത ഫ്ലവർ ഉണ്ടാവുള്ളൂ. പഴയ കമ്പിലോ ഈ കാണുന്ന പഴയ കമ്പിലൊന്നും ഇനി ഫ്ലവർ ഉണ്ടാവില്ല. അതുണ്ടാകാറുണ്ട് വളരെ റെയറായിട്ട്. അതിന് പറയുന്നത് ബ്രേബ എന്ന് പറയുന്നത്, ബ്രേബ ഫ്രൂട്ട്. അതായത് കഴിഞ്ഞ വർഷത്തെ സ്റ്റേജിലുണ്ടായ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പം ഇതുണ്ടോ, ഇത് നോക്കി കാണാം, ഇത് ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ഇപ്പം ഡോർമൻസി സ്റ്റേജ് കഴിഞ്ഞു. നമ്മുടെ ഇവിടെ തണുപ്പ് കാലാവസ്ഥ കഴിഞ്ഞല്ലോ. നമ്മുടെ അടുത്ത് മാത്രം പറയാൻ പറ്റില്ല, വേൾഡ് വൈഡ് നോക്കിയാൽ മതി. കാരണം ഇത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ചെടിയല്ലല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ അടുത്ത സ്റ്റേജായി ഇങ്ങനെ പുതിയ തളരി വന്നു തുടങ്ങും. പുതിയ ഇത് വന്നു തുടങ്ങിയത് കണ്ടോ. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ പുതിയ സ്റ്റേജ് ഏത്, പഴയ സ്റ്റേജ് ഏതാണ്, അല്ലെ പഴയ കമ്പ് ഏതാണ്. അതിന് എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ കാണുന്ന കമ്പ് നോക്കിയാൽ മതി. ഇവിടം വരെ ഒരു കളറാണ്, പിന്നെ മുകളിലേക്കുണ്ട് അടുത്ത് വേറെ ഗ്രീൻ കളറാണ്. കാരണം ഇവിടം വരെ ആയിരുന്നു കഴിഞ്ഞ വളർച്ച. അതുകൊണ്ടാണ് ഈ ഗ്രേ കളറിന് ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം ഇവിടം വരെ ഫ്രൂട്ടുള്ളൂ. ഇനിയിപ്പം ഇവിടെ നിന്ന് അടുത്ത സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്തു. അതായത് ഡോർമൻസി കഴിഞ്ഞിട്ട് അടുത്ത കമ്പ് സ്റ്റാർട്ട് ചെയ്തു. കണ്ടോ, പെട്ടെന്ന് അങ്ങോട്ട് വളർന്നു പോകുന്നുണ്ട് ഗ്രീൻ കളറിൽ. ഇനിയിപ്പോൾ ഇത് കുറേ വളർന്നു കഴിഞ്ഞ് അത് സ്റ്റോപ്പാവും. ഇപ്പം തണുപ്പ് കാലാവസ്ഥയാകുമ്പോൾ സ്റ്റോപ്പാവും. അത് കഴിഞ്ഞ് പിന്നെ കുറേ നാൾക്ക് ശേഷം പിന്നെ തുടങ്ങുന്നു. അങ്ങനെ അത്തിക്ക് 2 സ്റ്റേജുണ്ട് എന്നൊക്കെ പറയാം. പിന്നെ മറ്റൊരു കാര്യം, അത്തി ഇങ്ങനെ കമ്പ് പോലെ വളർന്നു പോകുന്ന ഒരു ചെടിയാണ്. ഇതെല്ലാം അങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. എല്ലാം കമ്പ് പോലെ. നമ്മൾ ഒരു ഹൈറ്റ് ആയിക്കഴിഞ്ഞാൽ മുകള് കട്ട് ചെയ്യണമെന്നില്ല, ടിപ്പ് മുറിച്ച് വിട്ടാൽ മതി. ഇത് കണ്ടോ, ഞാൻ ഇവിടുന്ന് ഒടിച്ച് കളഞ്ഞിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും മോൾ ഭാഗം ഞാൻ ഒടിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ കൊണ്ട് നിന്നോളും. നമുക്ക് അതിൻ്റെ അത്ര വളർച്ച മതി. കാരണം നമുക്ക് പ്രൂൺ ചെയ്യാൻ വേണ്ടി കൂടിയാണ്. ഇനി മുകളിലേക്ക് കുറ്റി പോലെ പോകത്തുള്ളൂ. അപ്പം അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ പുതിയ കമ്പുകളും ശിഖരങ്ങളൊക്കെ വന്ന് നമുക്ക് പുതിയ കമ്പുകളുണ്ട്. പിന്നെ അത്തി നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റിയൊരു ചെടിയാണ്. ഇതിപ്പോൾ ഞാൻ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ട്രെയിൻ ചെയ്യാൻ വേണ്ടി നിർത്തിയേക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം, ഒറ്റ കമ്പാണ് ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ നിന്നൊക്കെ പലപ്പോഴും പുതിയ കമ്പുകളൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഞാൻ അതൊക്കെ ഒഴിവാക്കി വിടും. ഇതുണ്ടോ, അതുകൊണ്ട് ഞാൻ ഇനി പ്ലാൻ ചെയ്തേക്കുന്നത് ഇവിടെ 3 കമ്പുണ്ട്. 1, 2, 3 ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യും. ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു കാനോപ്പി സ്റ്റൈലിൽ 1, 2, 3 ശിഖരങ്ങളായിട്ട് വളർത്താനുള്ള പരിപാടിയിലാണ് എനിക്ക്. അപ്പോൾ ഈ കട്ടിന് കമ്പ് ഞാൻ എന്ത് ചെയ്യും, ഞാൻ പുതിയ തൈ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കും. വേണമെങ്കിൽ ലെയർ ചെയ്യാം, അല്ലെങ്കിൽ കമ്പ് കുത്തി വെച്ചാലും മതി. അങ്ങനെ നമുക്ക് അത്തിനെ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാം, അടുത്ത തൈകൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, നമ്മുടെ ഈ ടർക്കിഷ് ബ്രൗൺ ഒരു ബുഷായിട്ട് വളരുന്ന ചെടിയാണ്. കുറേ ശിഖരങ്ങളുണ്ടാവും. ഇത്ര ശിഖരങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അത്തിക്ക് ഒരുപാട് വലിയ ചെടി ആവാത്തതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു പോട്ടിൽ, ഇത് 14 ഇഞ്ചിൻ്റെ പോട്ടാണ്. 14 ഇഞ്ചിൻ്റെ പോട്ടാണ്. ഇതിലൊക്കെ മതി, ഒരുപാട് വർഷങ്ങളുള്ള ഇത് നിന്നോളും. നമുക്ക് വലിയ ഡ്രമ്മോ 15 ഇഞ്ചിൻ്റെ 20 ഇഞ്ചിൻ്റെ വലിയ ഡ്രമ്മിൻ്റെ ആവശ്യം നമുക്കിവിടെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു പോട്ടിൽ വേണമെങ്കിൽ ഇതിലും ചെറുത് 12 ഇഞ്ചിൻ്റെയോ 10 ഇഞ്ചിൻ്റെ ചെടിച്ചട്ടിയിൽ വേണം നമുക്ക് അത്തിനെ വളർത്താൻ പറ്റും. കുറച്ച് വർഷങ്ങളുള്ള ഇത് നിന്നോളും. അതുകൊണ്ട് നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ചെടി ഈ അത്തിനെ വളർത്താൻ വേണ്ടി നമുക്ക് ചിലവാകുന്നില്ല. പിന്നെ അത്തിക്ക് കണ്ടുവരുന്ന 2 രോഗങ്ങൾ, ഒന്ന് വേരിച്ചീച്ചലാണ്. അത് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടുതൽ കെട്ടിക്കിടക്കുമ്പോഴാണ് വേര് ചെയ്യുന്നത്. വെള്ളം കൂടുതലായിട്ട് കെട്ടിക്കിടക്കുമ്പോഴാണ് വേരിച്ചീച്ചലുണ്ടാകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും നല്ല ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടി മിക്സിൽ അത്യാവശ്യം പെർലൈറ്റ് പോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. നോക്കിയാൽ കാണാം, ഇത് പെർലൈറ്റ് ഒരുപാടുണ്ട്. ഇതൊക്കെ പെർലൈറ്റാണ്. നമുക്ക് നല്ല എയറേഷനും
വെള്ളം ജ്യൂസായിട്ട് പോകാനൊക്കെ പെർലൈറ്റ് നമുക്ക് നമ്മുടെ മണ്ണിലോ കൂട്ടി മിക്സിലോ ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ഈ കാണുന്ന അത്തിയിൽ എല്ലാത്തിലും എൻ്റെ എല്ലാ ചെടിയും ഞാൻ പെർലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം അത്തിയിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ പറയുന്ന വെള്ളം കെട്ടിക്കിടന്ന് വേര് ചീച്ചിലുണ്ടാകാനുള്ള സാധ്യത വളരെ കുറയ്ക്കാൻ പറ്റും. പിന്നെ മറ്റൊന്ന് നമുക്ക് അത്തിയുടെ കേസിൽ വരുന്നൊരു അസുഖമാണ് ഫംഗസും ഒരു വൈറസും ഉണ്ട്. അതിൽ ഫംഗസ് എന്ന് പറയുന്നത് ഫിഗ് റസ്റ്റ് എന്ന് പറയും. ഫിഗ് റസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന പുള്ളി സാധനങ്ങളുണ്ട്, ഇതാണ് ഫിഗ് റസ്റ്റ്. ഇത് ഒരു പുറകിലൊക്കെ ഉണ്ടാവും, ഇങ്ങനെ ഒരു ചെറിയ പൊടിയായിട്ട് പടരും. പക്ഷേ ഇത് മറ്റ് ഫംഗസുകളൊക്കെ നമ്മൾ ചെടികൾക്കുണ്ടാകുന്ന പോലെ പ്രശ്നകാരിയല്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ അത് ഇല ഉണങ്ങി പൊക്കോളും, നമ്മൾ വലിയ കാര്യമാക്കണ്ട. അതിന് പ്രത്യേകിച്ച് മരുന്നോ ഫംഗസൈഡോ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത് ഈ ഫംഗസ് ഉണ്ടാകാൻ കാരണം നമ്മുടെ ഇവിടുത്തെ ഹ്യൂമിഡിറ്റി കൂടുതലുള്ളതുകൊണ്ടാണ് ഈ ഫംഗസ് ഉണ്ടാകുന്നത്. ഇതിപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മഴ ഉള്ളതുകൊണ്ട് വന്നതാണ്. അല്ലെങ്കിൽ എല്ലാ സമയത്തും കുഴപ്പമില്ല. നിങ്ങൾ നോക്കിയാൽ കാണാം ബാക്കി ഒരു ഇലകൾക്കൊന്നും പ്രശ്നമില്ല. ഇതൊക്കെ പഴയ ഇലകളാണ്, ഇതിലൊന്നും പ്രശ്നമില്ല. അപ്പം ഈ റസ്റ്റ് ഫംഗസ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാക്കുള്ള സാധനമല്ല. നമ്മൾ വലിയ കെയറും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ മരുന്നുകളോ ഫംഗിസൈഡോ അടിക്കേണ്ട ആവശ്യമില്ല. അത് കുറച്ച് കഴിയുമ്പം തന്നെ മാറിക്കോളും. പിന്നെ ഉണ്ടാകുന്ന സാധനമാണ് മൊസൈക്ക് വൈറസാണ്. അത് ജനറ്റിക്കാണ്. നമ്മുടെ ഉണ്ടാക്കിയ തൈക്ക് അതുണ്ടെങ്കിൽ ഈ തൈക്ക് അതുണ്ടാവും. അത് ഈ DNA ഉൾപ്പെടുന്ന പറയുന്ന ടൈപ്പാണ്. അതിന് മൊസൈക്ക് വൈറസിന് ഇന്നേ വരെ ഒരു ഫലപ്രദമായ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അത് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല, ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയുക. കുറച്ച് കഴിയുമ്പോൾ പുതിയ അടുത്ത ശീലം വരുമ്പോൾ അത് ശരിയായിക്കോളും. കാരണം എനിക്കത് വന്നിട്ടുള്ള നമ്മുടെ പൂനാറെഡിൽ എനിക്ക് മൊസൈക്ക് വൈറസ് വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് മനസ്സിലായി. ഞാൻ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് മനസ്സിലായി മൊസൈക്ക് വൈറസാണ്. അത് ഇല ചുരുണ്ട് വരും. ഇലകളൊക്കെ നമ്മൾ ഈ കാണുന്ന ഇലയ്ക്ക് ഷേപ്പില്ലാതെ ഇങ്ങനെ ചുരുണ്ടിരിക്കും എല്ലാം കൂടെ. അതാണ് മൊസൈക്ക് വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഇല അങ്ങനെ കുറേ കാണുള്ളൂ. അത് കുറച്ച് കഴിയുമ്പോൾ മാറി അടുത്ത ഇലകൾ വരുമ്പോൾ അത് മാറിക്കോളും. അപ്പോൾ അതിലും നമുക്ക് സത്യത്തിൽ മരുന്ന് നേരെ കണ്ടുപിടിക്കുന്ന സാധനമാണ് മൊസൈക്ക് വൈറസ്. ഈ രണ്ടെണ്ണമാണ് നമ്മുടെ രോഗങ്ങളായിട്ട് വരുന്നത്. പിന്നെ അത്തിക്കുണ്ടാകുന്നതാണ് കീടാക്രമണം. അതിലൊന്ന് ഈ കാണുന്ന ഇതിങ്ങനെയല്ല, ഇത് ഞാൻ ഇവിടുന്ന് പുഴുവിന് തുരന്നെടുത്തതിന് ശേഷം അത് തൊലി ചേർന്ന് വരുന്നേ ഉള്ളൂ. അപ്പം തണ്ടുതുരപ്പൻ അല്ല ഫിഗ് ബോറർ എന്ന് പറയും. ഒരു തുരന്ന് ഇതിൻ്റെ ഈ തൊലിയിൽ മുട്ടയിട്ട് വെച്ച് അവിടെ ഒരു ലാർവയായി അതിങ്ങനെ ഉള്ളിൽ കൂടെ കയറി തിന്നത് അങ്ങ് പോകും. അപ്പോൾ ഞാൻ ഒരു ദിവസം നോക്കിയപ്പം ഇവിടെ നിന്ന് കുറച്ച് പൊടി ചാടി കിടക്കുന്നുണ്ട്. അത് നോക്കിയപ്പോഴാണ് ഞാൻ മനസ്സിലായത് അവിടെ ഒരു പ്രസ് ചെയ്യുമ്പം ഒരു നെങ്ങലുണ്ട്. ഞാൻ ചുമ്മാ ഒരു ബ്ലേഡ് വെച്ച് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് പുഴു ഉണ്ടായിരുന്നു. അതിനെടുത്തു. അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ഇവിടെയുണ്ട്, ഈ താഴ്ഭാഗത്തുണ്ട്, ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ എല്ലാത്തിലും ഉണ്ട്. ഈ താഴ്ഭാഗത്ത് ഇവിടെയൊക്കെ അതുണ്ടായിരുന്നു. അപ്പം അതിനെ എല്ലാം എടുത്ത് കഴിഞ്ഞ് തൊലിയൊക്കെ ചെത്തി മാറ്റി ക്ലിയറാക്കി അതിനുശേഷം ഫംഗിസൈഡ് അടിച്ചാണ് ഈ കാണുന്ന ബ്ലൂ കളർ അതുണ്ട്. പിന്നെ ഇലകൾ തിന്നുന്ന പുഴുക്കളുടെ ആക്രമണമുണ്ട്. അപ്പം ഈ തണ്ടുതുരപ്പിന് നമുക്കൊന്നും ചെയ്യാനില്ല, മരുന്നടിച്ചിട്ടോ അങ്ങനെ പ്രശ്നമൊന്നും ചെയ്യാനില്ല. കാരണം മരുന്നടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഈ അത്തിക്ക് പ്രശ്നം വെച്ചാൽ മിക്കപ്പോഴും ഫ്രൂട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കലും കീടനാശിനികൾ അടിക്കാൻ പറ്റില്ല. പിന്നെ ഈ തണ്ടുതുരപ്പിനൊന്നും നമുക്ക് ജൈവമായിട്ടൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല, എടുത്ത് കളയുക, കെയർ കൊടുക്കുക. പിന്നെ ഉള്ളത് ഈ ഇലകൾ വരുന്ന പുഴുക്കളാണ്. അത് നമുക്കിതുപോലെ തന്നെ മരുന്നടിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൂട്ട് ഉണ്ടാവും. അത്തിയിൽ പ്രത്യേകിച്ച് മിക്കപ്പോഴും ഫ്രൂട്ട് ഉണ്ടാവും അത്തിയിൽ. അതാണ് മെയിൻ പ്രോബ്ലം. നമുക്ക് മരുന്നോ കീടനാശിനിയൊന്നും അടിക്കാൻ പറ്റില്ല. നമ്മളതുകൊണ്ട് അതിനനുസരിച്ച് കെയർ കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ഉണ്ടായിരുന്നു തണ്ടുതുരപ്പൻ. ഈ കാണുന്ന ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ തണ്ടുതുരപ്പൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം ക്ലീനാക്കി ഇതിലൊക്കെ ഉണ്ടായിരുന്നു, ഈ കമ്പിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഈ കാണുന്ന പാടുകളൊക്കെ അതാണ് തണ്ടുതുരപ്പൻ്റെ പാടുകളാണ്. അതൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തു. വേറെ കുഴപ്പമില്ല, ശ്രദ്ധിക്കണം എന്നിട്ട് ഒറ്റ കാര്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഈ കേസിൽ. അപ്പം അതാണ് ഒരു കീടാക്രമണം പുഴുക്കളുടെ ഇതൊരു വണ്ട്. ഈ കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫിഗ് റസ്റ്റ് അല്ല, ഇതൊരു വണ്ട് വന്ന് കടിച്ച് തിന്നുക. ആ വണ്ടി ഞാൻ പിടിച്ച് കൊന്നു കളഞ്ഞു. കാരണം മരുന്നടിച്ചാൽ പോകുന്ന സാധനമല്ല. അതുകൊണ്ട് ഞാൻ അതിനെ പിടിച്ച് കൊന്നു കളയുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫിഗിനുണ്ട്. ശ്രദ്ധിച്ചാൽ നല്ലൊരു ഫ്രൂട്ടാണ് ഫിഗ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അത്തിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതല്ലേ പൂഞ്ഞ റെഡ് പഴുത്തു തുടങ്ങി, 2 ദിവസം കൊണ്ട് അത് പഴുത്ത് പാകമാകും. ബാക്കിയുള്ളതൊക്കെ പഴുത്ത് വരുന്നു. ഒരു ഫിഗിന് അതുപോലെ തന്നെ ഫിഗിൻ്റെ പഴുക്കാൻ സമയം ഓരോ ഫിഗിനും വ്യത്യാസമാണ്. എൻ്റെ ഈ കാണുന്ന ടർക്കിഷ് ബ്രൗണും ഈ കാണുന്ന ഡയാനയും 2.5 മാസം കൊണ്ട് പഴുത്ത് കിട്ടാറുണ്ട്. ഈ കാണുന്ന പൂന റെഡ് 4 മാസം എടുക്കും പഴുക്കാൻ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. നമ്മൾ വെച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അപ്പോൾ അതിനകത്താണ് എനിക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റി. അപ്പം ഏറ്റവും പെട്ടെന്ന് പഴുക്കുന്നത് ഡയാനായും പൂന റെഡുമാണ്.
ഇത് ഈ കാണുന്ന റെഡ് കളർ ആയിക്കഴിഞ്ഞാൽ, ഇത് റെഡല്ല ബ്രൗൺ കളറാണ്, ഇത് ഒരു 3 ദിവസം കൊണ്ട് ഫുള്ള് കളറാവും. കുറച്ചും കൂടെ സൈസ് വെക്കും, പെട്ടെന്ന് സൈസ് വെക്കും. ഈ അത്തി പഴുക്കുമ്പോഴാണ് സൈസ് വെക്കുള്ളൂ. അതുവരെ ഈ ഒരു സൈസ് ആയിരിക്കും. കണ്ടോ, ഇതൊക്കെ ഒരു കഴിഞ്ഞ 2 മാസമായിട്ട് ഇതേ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇത് പെട്ടെന്ന് വലുതായി ഈ ഒരു സൈസിലേക്ക് മാറും. അതാണ് അത്തിയുടെ പ്രത്യേകത. പെട്ടെന്ന് പഴുക്കുകയും ചെയ്യും, സൈസ് വെക്കുകയും ചെയ്യും. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് അത്തിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം എല്ലാവരും വീട്ടിൽ വെക്കുക. ഒരത്തി ഒന്നല്ല, ഞാൻ 2 അത്തി 3 അത്തി വെക്കാൻ പറയും. ഒരത്തി എന്ന് പറയുമ്പോൾ നമുക്കതൊന്നും ആകില്ല, ഒരു ഫീൽ കിട്ടില്ല എന്താണ് പഴം എന്നുള്ളത്. ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ്. പിന്നെ എല്ലാ പഴങ്ങളും പോലെ തന്നെ എല്ലാ പഴങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ചെടിയാണ് ഈ പറയുന്ന ഫിഗ് എന്ന് പറയുന്നത്. അത്യാവശ്യം എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്, എൻ്റെ കുട്ടിക്ക് ഇഷ്ടമാണ്, വൈഫ് ഉമ്മ ഉപ്പ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അത്തി. കാരണം ഒരു പ്രത്യേക രുചിയുണ്ട് അത് കഴിക്കുമ്പോൾ. നമുക്ക് അതിൻ്റെ അകത്തിലെ കുരുക്കളുമായി കടിക്കാൻ കിട്ടും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും വെക്കണം, ഒരു അത്തിയെങ്കിലും വെക്കണം. അതിൽ ഏറ്റവും നല്ല വെറൈറ്റി ആയിട്ട് ഡയാന, ടർക്കിഷ് ബ്രൗണൊക്കെ വെക്കുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ഇസ്രായേലും ഈജിപ്ഷ്യനൊക്കെ വെക്കുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ടർക്കിഷ് ബ്രൗണും ഈ പറയുന്ന ഡയാനയൊക്കെ വെക്കുന്നതാണ്. അപ്പം എല്ലാവരും അത് വെക്കുക, കഴിക്കുക. ഇനി എന്തെങ്കിലും അത്തിനെക്കുറിച്ചോ എൻ്റെ ഗാർഡനെക്കുറിച്ചോ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം, ഞാൻ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. അതുപോലെ അത്തി പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾ കിളികളിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കാം, അതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ കാണുന്ന നെറ്റ്. അത്തിയുടെ കളർ മാറി തുടങ്ങുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനത്തെ നെറ്റ് ആഡ് ചെയ്യും. അത്തിയിൽ ഇങ്ങനത്തെ നെറ്റ് നമുക്ക് ഓൺലൈൻ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. ഞാൻ രണ്ടും ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിപ്പോൾ ഓൺലൈനിൽ വാങ്ങിയതാണ്. പക്ഷേ ഓൺലൈനിൽ വാങ്ങുമ്പോൾ നമുക്ക് അത്തികൾക്കൊക്കെ ഒരു പാക്കറ്റ് വാങ്ങിയാൽ കുഴപ്പമില്ല, ഒരു സൈസ് വാങ്ങിയാൽ മതി. പക്ഷേ നമുക്ക് ചാമ്പ പോലെയുള്ള സാധനങ്ങൾക്ക് സൈസ് കൂടുതലുള്ള കവറൊക്കെ വേണം. അതുകൊണ്ട് ഞാൻ നെറ്റ് വാങ്ങി കട്ട് ചെയ്ത് തയ്ച്ചുണ്ടാക്കുന്നുണ്ട്. അതിന് വലിയ കോസ്റ്റൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഈ വാങ്ങുന്നതിനേക്കാളും താഴെ ഒരു 2-3 രൂപയ്ക്കൊക്കെ നമുക്കൊരു അത്തി കിട്ടും, അത്തിയുടെ ഈ കവർ കിട്ടും. അപ്പം ഇതാണ് അത്തിൽ നിന്ന് കിളികളിൽ നിന്ന് രക്ഷിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗ്ഗം. നോക്കിയാൽ കാണാം, ഇതിനകത്ത് അത്തിയുണ്ട്, കണ്ടോ. അപ്പം നമുക്ക് കിളികളൊന്നും കടിക്കുകയോ കുത്തുകയൊന്നും ചെയ്യില്ല. അതുകൊണ്ട് ഇതും പഴുത്തു തുടങ്ങിയാണ്, അതുകൊണ്ട് അതിലും കവറിട്ടു. ഇത് പൂർണ്ണറുണ്ട്, അതിലും കവറിട്ടു. അപ്പം ഇതാണ് ഏറ്റവും ബെസ്റ്റ് വഴി അത്തീനെ സംരക്ഷിക്കാനുള്ളത്. അത്തി പഴുത്ത് കഴിഞ്ഞാൽ കിളികൾ കൊണ്ടുപോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇങ്ങനെ കവറിട്ട് അതിനെ സംരക്ഷിക്കുകയും ചെയ്യാം. ഇതുപോലെ കവറിട്ടാൽ മതി. 2 ദിവസം കഴിഞ്ഞ് പഴുത്തിട്ട് നമുക്ക് കവർ ഊരുകയും ചെയ്യാം.